നമസ്കാരം. ഈ നിമിഷത്തെ ഏറ്റവും നിർണായകവും പ്രധാനവുമായ വാർത്ത സിനിമാ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ രഞ്ജിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. യുവ നടി നൽകിയ ലൈംഗിക പീഡന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. തൊടുപുഴ പോലീസ് മേധാവിയുടെ ഉത്തരവിനെ തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘമാണ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. തൊടുപുഴയിലേക്കുള്ള യാത്രക്കിടെ രഞ്ജിത്തിനെ പോലീസ് സംഘം തടയുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു. മുൻകൂട്ടി നിശ്ചയിച്ച നീക്കത്തിലൂടെയാണ് പോലീസിന്റെ ഇടപെടൽ. നടിയുടെ മൊഴിയടക്കം ശേഖരിച്ച് കൃത്യമായ ആസൂത്രണത്തോടെ പോലീസ് ഇടപെടൽ നടത്തുകയായിരുന്നു. രഞ്ജിത്ത് ഇപ്പോൾ സംവിധാനം ചെയ്യുന്ന സിനിമയിലെ നടിയാണ് പരാതിക്കാരി എന്ന അഭ്യൂഹവുമുണ്ട്. യുവനടി നൽകിയ അതീവ ഗൗരവകരമായ ലൈംഗിക അതിക്രമ പരാതിയിലാണ് സംവിധായകൻ രഞ്ജിത്തിനെതിരെ പോലീസ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. പീഡനം നടന്നിരിക്കുന്നു, ലൈംഗിക പീഡന പരാതിയാണ്. എന്തായാലും കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. സംവിധായകൻ രഞ്ജിത്ത് അറസ്റ്റിലായിരിക്കുന്നു. തൊടുപുഴ പോലീസ് മേധാവിയുടെ നേരിട്ടുള്ള ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ച് നടത്തിയ പഴുതടച്ച അന്വേഷണമാണ് ഒടുവിൽ അറസ്റ്റിലേക്ക് നയിച്ചത്. പ്രാഥമിക തെളിവുകളും നടിയുടെ മൊഴിയും പരിശോധിച്ച ശേഷമാണ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്താൻ തീരുമാനിച്ചത്. ഇടുക്കിയിലേക്കുള്ള യാത്രാമധ്യേ തൊടുപുഴയിൽ വെച്ച് എന്തായാലും അറസ്റ്റ് ചെയ്യപ്പെടുകയായിരുന്നു. നാടകീയമായ നീക്കങ്ങളിലൂടെയാണ് പോലീസ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത്. പോലീസ് സംഘം രഞ്ജിത്തിന്റെ യാത്രാപാത നിരീക്ഷിക്കുകയും യാത്രാമധ്യേ തടഞ്ഞു നിർത്തി അറസ്റ്റ് നടപടികൾ പൂർത്തീകരിക്കുകയുമായിരുന്നു. സിനിമാ മേഖലയിലെ ഉന്നതർക്കെതിരെ നിയമ നടപടികൾ ശക്തമാകുന്ന സാഹചര്യത്തിൽ ഏറെ കരുതലോടെയാണ് പോലീസ് ഈ നീക്കം നടത്തിയത്. രഞ്ജിത്തിനെതിരെയുള്ള ആരോപണങ്ങളിൽ കൃത്യമായ അന്വേഷണം നടന്നു വരികയാണെന്നും അതിന്റെ കൃത്യമായ തെളിവുകളുടെയും നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് നടപടി ഉണ്ടായതെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാകുന്നു. എന്തായാലും കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാക്കേണ്ടതുണ്ട്. രഞ്ജിത്തിനെ എന്തായാലും അറസ്റ്റ് ചെയ്തിരിക്കുന്നു. നടി ഇതിനു മുൻപ് ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ ഉന്നയിച്ചിരുന്നു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും പോലീസ് കൃത്യമായി ഇടപെട്ടിരിക്കുന്നു. ഇടത് സഹയാത്രികനാണ് രഞ്ജിത്ത്. രഞ്ജിത്തിന് മുൻപും രഞ്ജിത്തിനെതിരെ പീഡന പരാതി ഉയർന്നിരുന്നു. 2009 പുറത്തിറങ്ങിയ പാലേരി മാണിക്യം ഒരു പാതിര കൊലപാതകത്തിന്റെ കഥ എന്ന സിനിമയുടെ ഓഡീഷനുമായി ബന്ധപ്പെട്ട് വന്ന ഒരു നടിയെ രഞ്ജിത്ത് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊരു ആരോപണം ഉണ്ടായിരുന്നു. സിനിമയിൽ അഭിനയിക്കുന്നതിനെ കൊച്ചിയിലെത്തിയ തന്നോട് സംവിധായകൻ രഞ്ജിത്ത് മോശമായി പെരുമാറിയെന്ന് ശ്രീലേഖ മിത്ര എന്ന ബംഗാളി നടിയുടെ വെളിപ്പെടുത്തലുണ്ടായിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവം നടി പരസ്യമാക്കിയത്. സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തന്നെ വിളിച്ചു വരുത്തിയ ശേഷം രഞ്ജിത്ത് തന്റെ കയ്യിലും കഴുത്തിലും അനുവാദമില്ലാതെ സ്പർശിച്ചു എന്നതായിരുന്നു നടിയുടെ ആരോപണം. സംഭാഷണത്തിനിടയിൽ ലൈംഗിക ചുവയോടെ പെരുമാറുകയും ശാരീരികമായ അസ്വസ്ഥത ഉണ്ടാക്കുന്ന രീതിയിൽ ഇടപെടുകയും ചെയ്തുവെന്ന് നടി വ്യക്തമാക്കി. ഈ സംഭവത്തെ തുടർന്ന് താൻ സിനിമയിൽ നിന്നും പിന്മാറുകയും അന്ന് തന്നെ കൊച്ചിയിൽ നിന്നും മടങ്ങുകയും ചെയ്തുവെന്നും ശ്രീലേഖ മിശ്ര അന്ന് വെളിപ്പെടുത്തിയിരുന്നു. ഈ വെളിപ്പെടുത്തലൊക്കെ പുറത്തുവന്നവരെ കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്തിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു. തുടർന്ന് അദ്ദേഹം സ്ഥാനം രാജിവെച്ചിരുന്നു. കൊച്ചി പോലീസ് എന്ന ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. സമാനമായി യുവ നടനായ ഒരാളുടെ പരാതിയും ഉണ്ടായിരുന്നു. രഞ്ജിത്തിന് ഒരു പുരുഷ പീഡന പരാതിയും വന്നിരുന്നു. കോഴിക്കോട് സ്വദേശി യുവാവാണെന്ന് പരാതി നൽകിയത് 2012 ബാബുട്ടിയുടെ നാമത്തിൽ എന്ന സിനിമയുടെ ചിത്രീകരണ വേളയിൽ പരിചയപ്പെട്ട തന്നെ പിന്നീട് ബംഗളൂരുവിലെ ഹോട്ടലിലേക്ക് ഓഡീഷൻ എന്ന പേരിൽ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു എന്നതായിരുന്നു പരാതി. ഇതിനുശേഷം രഞ്ജിത്തിനെതിരെ പരാതികൾ ഉയർന്നിരുന്നു. എന്തായാലും നിലവിൽ സംവിധായകൻ രഞ്ജിത്ത് ഇടതുപക്ഷ സഹയാത്രികൻ അറസ്റ്റിലായിരിക്കുന്നു. താൻ ഇപ്പോൾ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ചിത്രത്തിൻ്റെ അതിൽ തന്നെ വർക്ക് ചെയ്യുന്ന യുവനടിയെ പീഡിപ്പിച്ചു എന്നതാണ് പരാതി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും രഞ്ജിത്ത് അറസ്റ്റിലായിരിക്കുന്നു. ഇടുക്കി പോലീസ് മേധാവിയുടെ കൃത്യമായ ഇടപെടലിൻ്റെ ഭാഗമായി തൊടുപുഴയിൽ വെച്ചാണ് യാത്രാമധ്യേ രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്.